ഹായ് ഓൾ വെൽക്കം ടു കേരള പി സി എക്സാം ക്രാക്കർ. ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 008/2021. ഈ ഒരു എക്സാം വരുന്നത് 31 ജനുവരി ട്യൂസ്ഡേ ആണ് ഈ ഒരു എക്സാം വരുന്നത്. 1261 കാൻഡിഡേറ്റ്സ് ആണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 1 വരുന്നത് 10 മൊഡ്യൂൾസാണ് ടോട്ടൽ വരുന്നത്. 10 മൊഡ്യൂൾസാണ് ഉള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മാർക്കറ്റ് മിൽക്ക് വെയിറ്റേജ് വരുന്നത് 15 ആണ്. അപ്പോൾ 15 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത്. കണ്ടൻസ് വരുന്നത് കളക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മിൽക്ക്, പ്രിസർവേഷൻ അറ്റ് ഫാം, റിസപ്ഷൻ, ചില്ലിംഗ്, ക്ലാരിഫിക്കേഷൻ, storage of milk in dairy plants, unit operations, pasteurization and its types, homogenization, cream separation, bacteriophagation, thermization, sterilization, special milk toned, doubled toned, skimmed, reconstituted, recombined, flavored, homogenized, vitaminized, sterilized, acidophilus milk, UHT processing of milk, aseptic packaging, shelf life and nutritive value of milk, cleaning and sanitization of dairy equipment, CIP detergents and sanitizers used. ഇതുപോലുള്ള ടോപ്പിക്സ് ആണ് ഈ ഒരു മൊഡ്യൂൾ മാർക്കറ്റ് മിൽക്ക് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നോക്കി പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് വരുന്നത് 15 മാർക്സ് ആണ്. അടുത്ത മൊഡ്യൂൾ വരുന്നത് മിൽക്ക് പ്രോഡക്ട്സ്. അതിൻ്റെ കണ്ടൻസ് വരുന്നത് പ്രിപ്പറേഷൻ, ടൈപ്സ്, ഷെൽഫ് ലൈഫ്, സെൻസറി ഇവാലുവേഷൻ, ഡിഫക്ട്സ്, പാക്കേജിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ ഫോളോയിങ് മിൽക്ക് പ്രോഡക്ട്സ്, Khoa and Khoa-based products, Channa and Channa-based products, cheese and fermented milk products, fat-rich dairy products, condensed milk and dried milks, frozen milk products, milk byproducts and other traditional milk sweets. അപ്പോൾ ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത് 15 മാർക്സ് ആണ്. അടുത്ത മൊഡ്യൂൾ വരുന്നത് ഡെയറി എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിൽ നോക്കി പോകേണ്ടത് ബേസിക് പ്രിൻസിപ്പിൾസ്, ഓപ്പറേഷൻസ്, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡെയറി എക്യുപ്മെൻറ്റ് അറ്റ് റിസപ്ഷൻ ഡോക്ക്, milk pump, cream separator, can washer, chiller, etc., pasteurizer, homogenizer, boiler, hot water generator, refrigeration system, sterilizers, packing machines, CIP and aseptic packaging systems, requirements for construction of dairy plants including their design and layout. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത് 5 ആണ്. അടുത്ത മൊഡ്യൂൾ വരുന്നത് മൊഡ്യൂൾ 4 കെമിസ്ട്രി ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്. അപ്പോൾ ഇതിൽ നോക്കി പോകേണ്ടത് ഡെഫിനേഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് മിൽക്ക്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോമ്പോസിഷൻ ഓഫ് മിൽക്ക്, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് മിൽക്ക് പ്രോട്ടീൻ, ഹൈഡ്രോലിസിസ് ആൻഡ് ഡീനേച്ചറേഷൻ ഓഫ് മിൽക്ക് പ്രോട്ടീൻസ് അണ്ടർ ഡിഫറെൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ എൻവയോൺമെൻറ്റ്സ്, എസ്റ്റിമേഷൻ ഓഫ് മിൽക്ക് പ്രോട്ടീൻസ് യൂസിംഗ് ഡിഫറെൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സ്, മിൽക്ക് കാർബോഹൈഡ്രേറ്റ്സ്, their status and importance, processing related degradation of lactose, definition, general composition and classification of milk lipids, milk phospholipids and their role in milk products, milk salts, minerals in milk, natural inhibitors of milk, heat induced changes in milk, chemical composition and legal standards of milk products, physico-chemical changes ഡ്യൂറിങ് പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഡിഫറെൻറ്റ് മിൽക്ക് പ്രോഡക്ട്സ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കുന്നത് 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് മൊഡ്യൂൾ 5 മൈക്രോബയോളജി ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. അതിൽ നോക്കി പോകേണ്ട പോർഷൻസ് മൈക്രോബിയൽ കണ്ടാമിനൻസ് ഇൻ റോ മിൽക്ക്, ദെയർ സോഴ്സസ് ഡ്യൂറിങ് വേരിയസ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ, മിൽക്കിംഗ്, ചില്ലിംഗ്, storage and transportation with special reference to psychotropic microorganisms and their preventive measures, types of microbial spoilage, souring, curdling, BT cream, proteolysis, lipolysis, abnormal flavors and discoloration, mastitis milk, types of mastitis, causative microflora of mastitis, compositional and microbiological changes during mastitis infection, their processing and public health, cleaning and sanitization practices in dairy farms and plants, microflora of aseptically drawn milk and its natural antimicrobial systems, microbiological aspects of pasteurization, boiling, sterilization, ultra high temperature pasteurization, non-thermal microfiltration, bacteriophagation,
standardization and homogenization, significance of heat-resistant and post-processing contaminants in milk and milk products, milk-borne diseases, food infection, intoxication and toxic infection caused by pathogenic microorganisms, microbiological grading and legal standards of raw or processed milk and milk products. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നോക്കി പോകേണ്ടത്. ഈ ഒരു മൊഡ്യൂളിൻ്റെ വെയിറ്റേജ് വരുന്നത് 10 ആണ്. 10 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് വരുന്നത് 6th മൊഡ്യൂൾ ക്വാളിറ്റി അഷുറൻസ് ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. ഇതിൽ നോക്കിപ്പോണ്ട പോർഷൻസ് എന്ന് പറയുന്നത് റോൾ ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഫുഡ് റെഗുലേറ്ററി സിസ്റ്റംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് വിത്ത് റെസ്പെക്ട് ടു ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, FSI, PFA, AGMARC, BIS, ISO, IDF, Codex, etc. Application of food safety management systems, ISO standards, hazard analysis and critical control points, HACCP system, and its application in dairy industry, introduction to Food Act laws and standards, National Food Safety and Standard Act, FSI, Consumer Protection Act, Food Quality Management, Characteristics of Quality, Introduction to Food Safety and Hygiene, Food Hygiene, Factors Affecting Food Safety, Food Spoilage, Food Handling, Special Requirements of High-Risk Foods, Safe Food Cooking Temperature and Storage Techniques, Cleaning and Disinfection, പേഴ്സണൽ ഹൈജീൻ, പെസ്റ്റ് കൺട്രോൾ, വേസ്റ്റ് ഡിസ്പോസൽ, ഇതുപോലുള്ള ടോപ്പിക്സ് ആണ്. ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് അഡൾട്ടറൻസ്, പ്രിസർവേറ്റീവ്സ് ആൻഡ് ന്യൂട്രലൈസേഴ്സ് ഇൻ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, environmental contaminants such as pesticides, antibiotics, heavy metals in milk and milk products and their chemical testing methods, importance of milk contact surfaces, metallic contamination in the dairy industry, chemical quality of water in dairy industry. അപ്പോൾ ഇതുപോലുള്ള ടോപ്പിക്സ് ആണ് ഈ മൊഡ്യൂൾ 6 നോക്കി പോകേണ്ടത്. ഈ ഒരു മൊഡ്യൂളിന് വരുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് 10 ആണ്. 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ വരുന്നത് 7th മൊഡ്യൂൾ മിൽക്ക് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ഡയറി ഡെവലപ്മെൻറ്റ്. ഇതിനകത്തുനിന്ന് നോക്കി പോകേണ്ട പോർഷൻസ് ഇന്ത്യൻ ആൻഡ് എക്സോട്ടിക് ബ്രീഡ്സ് ഓഫ് ഡയറി അനിമൽസ്, കാറ്റിൽ ആൻഡ് ബഫലോ, സിസ്റ്റംസ് ഓഫ് ബ്രീഡിംഗ് ആൻഡ് മെത്തേഡ്സ് ഓഫ് സെലക്ഷൻ ഓഫ് ഡയറി അനിമൽസ്, ജനറൽ ഡയറി ഫാം പ്രാക്ടീസസ്, കെയർ ഓഫ് അനിമൽസ് അറ്റ് കാവിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് നിയോനേറ്റ്സ്, മാനേജ്മെൻറ്റ് ഓഫ് ലാക്ടേറ്റിംഗ് ആൻഡ് ഡ്രൈ കൗസ് ആൻഡ് ബഫലോസ്, milking procedure and practices for quality milk production, dairy farm records and their maintenance, systems of housing dairy animals and maintenance of hygiene and sanitation at dairy farm premises, clean milk production, common disease problems in dairy animals, their prevention and control, feed nutrients required for the animal body, feed resources for milk production and their nutritive values, digestive system of ruminants and digestion process, nutrition requirements for growth and milk production, feeding standards, structure and function of mammary system, milk segregation and milk letdown. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ, ഈ 7th മൊഡ്യൂൾ എന്ന് വരുന്നത് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത മൊഡ്യൂൾ വരുന്നത് 8th മൊഡ്യൂൾ ഫോഡർ പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഇതിനകത്തുനിന്ന് നോക്കിപ്പോണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫോറേജസ് ആൻഡ് ഫോഡർ, ഇമ്പോർട്ടൻസ് ഓഫ് ഫോറേജസ് ഇൻ ആനിമൽ ന്യൂട്രീഷൻ, പ്രോബ്ലംസ് ഓഫ് ഫോഡർ കൾട്ടിവേഷൻ ഇൻ കേരള ആൻഡ് പ്രസൻറ്റ് ഫോഡർ പ്രൊഡക്ഷൻ സിനാരിയോ, ഫോറേജ് ഫ്രം ഫുഡ് ക്രോപ്സ്, പ്ലാന്റേഷൻ ക്രോപ്സ്, ഫാലോ ലാൻഡ്സ്, റൈസ് ഫീൽഡ്സ്, കവർ ക്രോപ്സ്, ബോർഡർ ട്രീസ്, മാഷി ലാൻഡ്സ്, ക്രോപ്പ് വേസ്റ്റ്, സ്ട്രോ എക്സെട്ര, ക്ലാസിഫിക്കേഷൻ ഓഫ് forage crops, soil and climatic requirements, plant characteristics, cultivation, propagation, land preparation and planting, manners and fertilizers, weeding and interculture, irrigation, harvesting, yield, quality, toxicities, utilization, seed production, etc. of the following fodder grasses and legumes: hybrid Napier, Guinea grass, Sitiria grass, Paragrass, Congo signal, fodder maize, fodder sorghum, Stylosanthus, fodder cowpea, Subabul, Glyrizidia and Agadi, forage preservation techniques like silage and hay and their preparation and utilization. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 10 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അടുത്ത മൊഡ്യൂൾ വരുന്നത് മൊഡ്യൂൾ 9 ഡയറി കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നോക്കിപ്പോണ്ട പോർഷൻസ് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ICA, പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ, കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ, ഇറ്റ്സ് ഡിഫറൻസ് ഫ്രം അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്, ഡയറി കോപ്പറേറ്റീവ്സ്, ട്രഡീഷണൽ ആൻഡ് അനന്ത് പാറ്റേൺസ്, their development under 5-year plans,
Dairy development programs of NDDB, Organizational Pattern of Dairy Cooperatives in India, Constitution and Mode of Operation, Growth and Development of Cooperative Dairying in Kerala, Problems Affecting Operational Efficiency of Dairy Cooperatives, Management and Administration of Dairy Cooperatives, Model Bylaw, Kerala State Cooperative Societies Act 1969, Supervision of Cooperatives including Inspection and Audit, Role of NCDFI, NCUI, State Cooperative Union, NCDC and NABARD. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് നിന്ന് വരുന്നത് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10th മൊഡ്യൂളിൽ വരുന്നത് 10th മൊഡ്യൂൾ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഡെയറി എക്സ്റ്റൻഷൻ ആണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് നിന്ന് നോക്കി പോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഹിസ്റ്ററി, നീഡ്, ഡെഫിനേഷൻ, ഫിലോസഫി, പ്രിൻസിപ്പിൾസ്, അപ്രോച്ചസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ, ഡെയറി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ, എക്സ്റ്റൻഷൻ ടീച്ചിങ് മെത്തേഡ്സ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്, importance of audio visual aids, identification of rural leaders and their training, principle of working with group and their mobilization, need, principle and steps of program planning, evaluation of extension programs, diffusion of innovations and categories of farmers, new developments in extension including farmer to farmer extension, social media extension and market led extension, problems of different stakeholders in dairy development, PRA, Atma, ATIC, T and V system, etc. Statics related to dairy animal population and milk production of Kerala. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് ഈ ഒരു 10th മൊഡ്യൂളിൽ നിന്ന് നോക്കി പോകേണ്ടത്. ഈ ഒരു മൊഡ്യൂളിൻ്റെ വെയിറ്റേജ് വരുന്നത് 10 ആണ്. അപ്പോൾ 10 മാർക്സ് ക്വസ്റ്റ്യനാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിലബസിൻ്റെ PDF ലിങ്ക് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.